ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ മറ്റു അസുഖങ്ങൾ, ഇപ്പോൾ ശാരീരികമായി വരുന്ന അസുഖങ്ങളെ പോലെയല്ലല്ലോ മാനസികമായി വരുന്ന ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു അസുഖങ്ങൾ. ഡോക്ടർ, ഞാൻ ചോദ്യത്തിലേക്ക് വരാൻ ഇപ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ഉഷയാണ്. ഉഷ, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ ഉഷ. ഡോക്ടർ, എനിക്ക് ഓരോരുത്തർ 6 മാസം കൂടുമ്പോൾ ചെറിയൊരു മാനസിക പ്രശ്നം, ശരീര തളർച്ചയാകാം, ഒരു ജോലി ചെയ്യാനും തോന്നൂല, ഒരാളോട് സംസാരിക്കാനും കിട്ടൂല, ആള് കൂടെ കൂട്ടത്തിൽ പോകാനും തോന്നുന്നില്ല. മാനസികമായിട്ട് എന്തെല്ലോ ഒരു ക്ഷീണം, തളർച്ച, മരിക്കണം എന്നെല്ലാം തോന്നുക. വയസ്സ് 57 വയസ്സായത്. എത്ര വയസ്സായി? 57 വയസ്സ്. 57 വയസ്സ്. ഓക്കെ. കുട്ടികളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ കുട്ടികളില്ല. അതെല്ലാം കൊണ്ട് ഒരേ മനപ്രയാസം തന്നെ തോന്നുന്നു. ഇത് വർഷം തോറും വരുമെന്നാണോ പറഞ്ഞത് നേരത്തെ? വർഷം തോറും ഒരു 6 മാസം കൂടുമ്പം വരും. ഓക്കെ. അപ്പോൾ ഇതൊരു കൃത്യമായും ഒരു ഡിപ്രഷൻ്റെ തന്നെ ഒരു വിഷാദ രോഗാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദൂരെ നിന്ന്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഈ പ്രത്യേകത, വിഷാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതായത് ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു വർഷത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഘട്ടം ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയും കൂടെയാണ് വിഷാദം. അതും താങ്കളുടെ അസുഖത്തിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു വിഷാദ രോഗം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. മറ്റ് മെഡിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. ഉടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് ഉത്തമമായിരിക്കും. അതിൽ കൃത്യമായും പ്രതിവിധി ഉണ്ടാവും. മരുന്ന് കഴിക്കുന്നുണ്ട്. ശരി. അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. ഇപ്പം വീട് ജോലിയെല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. ഒരു ആള് കൂടിയ കൂട്ടത്തിലെല്ലാം പോകണമെന്ന് തോന്നുന്നുണ്ട്. മരുന്ന് തുടർന്ന് കഴിക്കുകയാണെങ്കിൽ അസുഖം വരാതിരിക്കുകയും ചെയ്യും. അതാണ് വേറൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതായത് ഒരിക്കൽ വന്നിട്ട് അത് മരുന്ന് നിർത്തിക്കളയരുത്. അതൊരു കൃത്യമായ തോതിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ മരുന്ന് കൊണ്ട് 2 പ്രയോജനങ്ങളുണ്ട്. ഒരു പ്രാവശ്യം വിഷാദം ഉണ്ടായാൽ അതിനെ ചികിത്സിക്കാനും ഇനി വിഷാദാവസ്ഥ വരാതിരിക്കാനും കൂടെ മരുന്ന് സഹായിക്കും. അതുകൊണ്ട് ഈ മരുന്നുകൾ കുറഞ്ഞ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവസ്ഥയിൽ തുടർന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖം വരാതെ നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ തൈറോയിഡിന്റെ ഗുളിക കുടിക്കുന്നുണ്ട്, ആസ്മന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്, വെരിക്കോസിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അസുഖത്തിനും മരുന്ന് കുഴപ്പമില്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. ഈ മരുന്നുകളെല്ലാം നോക്കിയിട്ട് അവ തമ്മിലൊരു ഒരു റിയാക്ഷൻ ഇല്ല എങ്കിൽ വിഷാദത്തിനെ ചികിത്സിക്കുക തന്നെ ചെയ്യണം. വിഷാദത്തിനെ ചികിത്സിക്കുകയാണെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്.